നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 15 വയസ്സുകാരന് ദാരുണാന്ത്യം. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതിന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തള്ളി. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചു. ADGPക്കെതിരെയും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് കൊടിയേറി. പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ചാപ്പലിന്റെ പെരുന്നാളിന് ശേഷം അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമത്തിലെ യൂഹന്നാൻ റമ്പാനാണ് പെരുന്നാളിന് കൊടിയേറ്റത്. പെരുന്നാളിനായി നാടൊരുങ്ങുന്നു. ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മികവിന്റെ പൊൻതിളക്കവുമായി വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ CCTV. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയതിന് CCTVക്ക് അംഗീകാരം. തൃശൂരിൽ നടന്ന കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് വാർഷിക പൊതുയോഗത്തിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് CCTV ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 15 വയസ്സുകാരന് ദാരുണാന്ത്യം. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതിന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അതുൽ കൃഷ്ണ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജിയുടെ മകൻ 18 വയസ്സുള്ള ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 7:15-നായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തുനിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോകും വഴിയാണ് അതുൽ കൃഷ്ണ മരിച്ചത്. ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കമ്പിപ്പാലത്ത് സ്വകാര്യ ബസും ആംബുലൻസും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ആംബുലൻസ് ഡ്രൈവറുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് ഒഴിവായത് വൻ ദുരന്തം. കമ്പിപ്പാലത്ത് സ്വകാര്യ ബസും ആംബുലൻസും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഒരാൾക്ക് പരിക്കേറ്റു. കമ്പിപ്പാലം അഗതിയൂർ സ്വദേശി 70 വയസ്സുള്ള ബാലനാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയാണ് സംഭവം. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 15 വയസ്സുകാരനെ ഇവിടെ നിന്നും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി കുന്നംകുളത്ത് നിന്നും പോയ ICU ആംബുലൻസിനെ എതിർദിശയിൽ വരികയായിരുന്ന KSRTC ബസിനെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് പാതയോരത്ത് നിർത്തിയിട്ട് സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ തെറിച്ച് സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്ന അഗതിയൂർ സ്വദേശിയായ ബാലന്റെ ശരീരത്തിലിടിച്ചാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബാലനെ കുന്നംകുളം ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ബസിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 14-കാരൻ ലോഡ്ജിലെ കിണറ്റിൽ വീണ് മരിക്കാനിടയായ സംഭവം. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അപകടം നടന്ന ലോഡ്ജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ CS സൂരജ്, നിഖിൽ G കൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, R രവികുമാർ, തബഷീർ മഴുവഞ്ചേരി, KS നവനീത്, ഋഷി ലാസർ, ജീഷ്മ സുജിത്ത, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തള്ളി. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചു. ADGPക്കെതിരെയുള്ള അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു. DGP ഉന്നയിച്ച കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ADGPക്കെതിരെ DGP തല അന്വേഷണം വേണമെന്നാണ് ശുപാർശ. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം കൂടി വേണമെന്നും നിർദ്ദേശമുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വന്നേക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച പറ്റി. അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് വീഴ്ചയ്ക്ക് കാരണമായത് എന്നായിരുന്നു ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. CCTV ന്യൂസ് കേച്ചേരി. തൃശൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 42 ക്ലബ്ബുകളിൽ നിന്നായി 900 അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ഒക്ടോബർ 10 മുതൽ 13 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിനെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുക്കും. വെള്ളിയാഴ്ച രാവിലെ 10:30 AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനായ ആൻസി സോജനെ ചടങ്ങിൽ ആദരിക്കും. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരികളായ പ്രൊഫസർ PM നാരായണൻ നമ്പൂതിരി, പ്രൊഫസർ മീന രഘുനാഥ്, സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് കൊടിയേറി. പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ചാപ്പലിന്റെ പെരുന്നാളിന് ശേഷം അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമത്തിലെ യൂഹന്നാൻ റമ്പാനാണ് പെരുന്നാളിന് കൊടിയേറ്റിയത്. രാവിലെ നടന്ന കുർബാനയ്ക്ക് യൂഹാനോൻ റമ്പാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ചെണ്ടമേളവും ഉണ്ടാകും. ഒക്ടോബർ 2-3 ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ ദിവസമായ ബുധനാഴ്ച വരെ പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും വൈകിട്ട് 6-ന് നമസ്കാരവും നടക്കും. 2-ന് രാവിലെ പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും വൈകിട്ട് പദയാത്രയും സന്ധ്യാ നമസ്കാരവും അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും ഉണ്ടാകും. 3-ന് രാവിലെ 6 മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും 7:30-ന് പുതിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിക്കും. വൈകിട്ട് 4-ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കുമെന്ന് വികാരി ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സന്തോഷ് CJ, സിൻഡോ K ശിമോൻ, സെക്രട്ടറി മീഡിയ കൺവീനർ മെബിൻ M ബെൻസൺ, ജിൻഡോ KK, ഷിഗിൽ ഗിവർ എന്നിവർ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് വാർഷിക പൊതുയോഗം തൃശൂരിൽ നടന്നു. ശക്തൻ നഗർ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സിഡ്കോ പ്രസിഡന്റും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ K വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ചെയർമാൻ PM നാസർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് റിപ്പോർട്ടും ഡയറക്ടർ P ഗോപകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഫിനാൻസ് ഡയറക്ടർ മോഹനകൃഷ്ണൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദിഖ്, KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ BP ബിജു, കേരള വിഷൻ ഡയറക്ടർ RH ഹാരിസ്, കമ്പനി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പിരിഞ്ഞുപോകുന്ന ഡയറക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. നമ്മൾ ഈ ഇത്രയും നല്ല പ്രവർത്തനം നടത്തുന്ന റൂറൽ നമ്മൾ ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനം തന്നെ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പം ആ നിലയിൽ നടക്കുന്ന പ്രവർത്തനത്തെ അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുകയും അപ്പം ഇതൊക്കെ സാധ്യമാവുന്നതിൽ തീർച്ചയായിട്ടും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള തൃശ്ശൂരിലെ കേരള വിഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ മൂലധന പിൻബലമുള്ള കമ്പനികളോട് നമ്മൾ മത്സരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മളുമായിട്ട് നമ്മളെ വളരെ ഗൗരവപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം അത് നമ്മുടെ ഈ സംഘടനാ പിൻബലവും നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമാണ്.
മികവിന്റെ പൊൻതിളക്കവുമായി വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ CCTV. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയതിന് CCTVക്ക് അംഗീകാരം. ശക്തൻ നഗർ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് വാർഷിക പൊതുയോഗത്തിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, KC ജോസ്, NV അബ്ദുസമദ്, PM സോമൻ, ഷാജി വി ജോസ് തുടങ്ങിയവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. പുതുക്കാട് ഇൻഫോനെക്സസ് 2ാം സ്ഥാനവും TMC തൃപ്രയാർ 3ാം സ്ഥാനത്തുമെത്തി. കഴിഞ്ഞ വർഷവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയതിനുള്ള പുരസ്കാരം CCTVക്ക് തന്നെയായിരുന്നു. സർക്കാരിന്റെ ഫോൺ കണക്ഷൻ നൽകുന്നതിലും CCTV തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പെരുമ്പിലാവ് പുത്തംകുളം സെന്ററിൽ നിയന്ത്രണം വിട്ട ലോറി വീടും കടമുറിയും തകർത്ത് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നു. വ്യാഴാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലേക്കാണ് ലോറി മറിഞ്ഞത്. ആനക്കല്ല് ഭാഗത്തു നിന്നും നിരന്തരം നാട്ടുകാർ പെരുമ്പിലാവിലേക്ക് സഞ്ചരിക്കുന്ന മേഖലയാണിത്. ബസ് സ്റ്റോപ്പില്ലെങ്കിലും നാട്ടുകാർ ഇവിടെയാണ് ബസ് കാത്തു നിൽക്കുക. അപകടത്തെ തുടർന്ന് പുത്തംകുളം പടിഞ്ഞാക്കര അബ്ദുൾ റൌഫിന്റെ കടയും വെട്ടനാട്ടയിൽ റഷീദിന്റെ വീടും തകർന്നിട്ടുണ്ട്. പുതുതായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തംകുളം മേഖലയിൽ റോഡ് വീതി കുറവായതിനാൽ നിരന്തരം അപകടം സംഭവിക്കുക പതിവായിരിക്കുകയാണ്. റോഡ് നിർമ്മിച്ചതിന്റെ അശാസ്ത്രീയതയാണ് തുടർച്ചയായുള്ള അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ റോഡിന്റെ ഇരുഭാഗങ്ങളായി ജീവിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ ഭീതിയോടാണ് കഴിയുന്നത്. ഇതിന് പരമപ്രധാനമായ ഒരു കാരണം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. നമുക്കൊക്കെ അറിയാം, ഈ റോഡ് ഈ മേഖലയിൽ നിന്നും അപ്പുറത്തേക്ക് മാറിയാൽ ഇതിന്റെ ഇരട്ടി വീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ പരിസരത്തെ മുഴുവൻ നാട്ടുകാരും ഒറ്റക്കെട്ടായി പറഞ്ഞതാണ്, ഇവിടെ വളരെ ശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഇല്ലാതാവുകയുള്ളൂ എന്നത്. ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ബന്ധപ്പെട്ട ഈ റോഡ് നിർമ്മാണത്തിന്റെ അധികാരികൾ ഈ റോഡ് നിർമ്മിക്കുകയും ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് ടോറസ് ലോറികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. റോഡ് പുതുക്കി പണിതപ്പോൾ വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ഇരുവശത്തുമുള്ള വീട്ടുകാരും വ്യാപാരികളും ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. റോഡ് ശാസ്ത്രീയമായി നിർമ്മിച്ച് അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ MA കമറുദ്ദീൻ അധികാരികളോട് ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പൊന്നാനിയിൽ ആശുപത്രിയിലെത്തിയ യുവാവ് ഡോക്ടറെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി. അമിതശേഷിയുള്ള മയക്കുഗുളിക എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെ ഡോക്ടറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CCTV ന്യൂസ് ഇംപാക്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള കേച്ചേരി വടക്കാഞ്ചേരി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ശനിയാഴ്ച പുനരാരംഭിക്കും. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. 200 മീറ്റർ നീളത്തിൽ 30 ലക്ഷം രൂപ ചിലവഴിച്ച് കട്ടവിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളും വശങ്ങളിൽ കട്ടവിരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തിയുമാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർത്തിവെച്ച പ്രവൃത്തി ഓണം കഴിഞ്ഞിട്ടും ആരംഭിക്കാത്ത സാഹചര്യത്തിൽ CCTV വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം ആരംഭിക്കാൻ മുൻകൈയെടുത്തത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ കേച്ചേരിയിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും. നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. പന്നിത്തടം വഴിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ റെന്നിൽ റോഡ് വഴി വടക്കാഞ്ചേരി റോഡിൽ പ്രവേശിച്ച് എരനെല്ലൂർ പള്ളി റോഡ് വൺവേ വഴി പ്രവേശിക്കേണ്ടതാണ്. വടക്കാഞ്ചേരി വഴിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ എരനെല്ലൂർ പള്ളി റോഡ് വൺവേ വഴി തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കണം. കേച്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരി റോഡിലേക്കും പന്നിത്തടം റോഡിലേക്കും വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് എരനെല്ലൂർ പള്ളി റോഡ് വൺവേ വഴിയിലൂടെ പ്രവേശിക്കേണ്ടതാണ്. റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, TP പ്രജീഷ്, പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത, കോൺട്രാക്ടർ ബിജു എന്നിവർ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നതിന് തീരുമാനമെടുത്തത്. CCTV ന്യൂസ് കേച്ചേരി. തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളി. പാതയോരത്തും കൃഷിയോടത്തും ചേർന്ന സ്ഥലത്താണ് മത്സ്യാവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുന്നത്. കാൽനട യാത്രികർക്ക് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെയും കർഷകരുടെയും പരാതികൾക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം സെപ്റ്റിക് മാലിന്യം തള്ളിയിരുന്നു.
ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പാടം തൂർക്കാൻ വേണ്ടി അത് സൗകര്യം ഒരുക്കി കൊടുത്ത് ഒരു നിയമ നടപടിയും എടുക്കാതെ ഈ നിസ്സാരമായി കാണുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ നിലപാട് ഇതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. പാടം നികത്ത പോലീസ് വണ്ടി പിടിക്കാം. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിന് ചാലി കീറിയെടുക്കുന്ന മണ്ണ് വൻതോതിൽ കടങ്ങോട് പള്ളിമേപ്പുറം പ്രദേശത്ത് വയലിൽ തള്ളിയിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മണ്ണ് കൊണ്ടുവന്നിരുന്ന ലോറി പിടിച്ചെടുത്തു. വില്ലേജ്, പഞ്ചായത്ത് അധികൃതരും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു. 3-ാം വാർഡ് മെമ്പറുടെ ഒത്താശയോടെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലം നികത്താനാണ് ശ്രമമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ CPM നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. സാധാരണഗതിയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് നിക്ഷേപിക്കാർ പതിവ്. പക്ഷേ ഈ ഒരു മറവിൽ 3-ാം വാർഡ് കടങ്ങോട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് എടുത്ത ലോഡ് കണക്കിന് മണ്ണ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സാജുദ്ദീൻ എന്ന് പറയുന്ന 2-ാം വാർഡിൽ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരുപാട് ദൂരം താണ്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നതിനേക്കാൾ ദൂരം താണ്ടി ഉള്ളേരിയയിലൂടെയൊക്കെ പോയി പാടം തൂർത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പരാതിയുമായി വന്നപ്പോ ആ മണ്ണ് അവിടെ നിന്ന് എടുക്കേണ്ടതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പാടം തൂർത്തതിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. 2-ാം വാർഡ് 3-ാം വാർഡിലുള്ള മണ്ണ് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലും അടിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് കഴിഞ്ഞ് ഇത്രയും ഉള്ളിലേക്ക് പോയി ഇങ്ങനെ മണ്ണിട്ടതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി SI U മഹേഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, വ്യാപാരി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MH നൌഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷറഫു, ജോളി തോമസ്, രജിത ഷാജി, നേതാക്കളായ സലാം വലിയകത്ത്, MP സിജോ, ഷിജീർ കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വയൽ നികത്താൻ CPM നേതാക്കൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി അറിയിച്ചു. കടങ്ങോട് പള്ളിമേപ്പുറത്ത് വയലിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് നിക്ഷേപിച്ചത് പഞ്ചായത്തിന്റെ അറിവോടെയല്ല. പഞ്ചായത്തിൽ ഇതിനു വേണ്ട കത്ത് തന്നിട്ടില്ല. അതിനാൽ തന്നെ പഞ്ചായത്ത് ഇതിന് അനുമതി നൽകിയിട്ടില്ല. വിവരം അറിഞ്ഞയുടൻ ബുധനാഴ്ച തന്നെ സ്ഥലം സന്ദർശിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു. സത്യസന്ധമായി കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും സെക്രട്ടറി പറഞ്ഞു. അത് അവർക്ക് മാറ്റാനായിട്ട് ഇന്നലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് പ്രോജക്ട് ഡിവിഷന് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് ഇന്ന് അത് മാറ്റും. പാടം തൂർത്ത് കഴിഞ്ഞാൽ പാടം തൂർക്കണില്ല, പാടാണല്ലോ തൂർത്തിരിക്കുന്നത്. പാടമാണത് കൃഷിയിടല്ല എന്നുള്ളത് വില്ലേജ് ഓഫീസറോ കൃഷിഭവൻ ഓഫീസറോ പറയട്ടെ. കൃഷിഭവൻ ഓഫീസർ പറയുന്നത് പാടമാണ്. ചിറ്റാട്ടുകര കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ 2.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി കളറിംഗ് മത്സരം സംഘടിപ്പിക്കുന്നു. കിഡി കളർ ഫെസ്റ്റ് എന്ന പേരിൽ ശനിയാഴ്ച രാവിലെ 10 മുതലാണ് മത്സരം. 9:45 റിപ്പോർട്ടിംഗ് സമയം. രജിസ്ട്രേഷൻ സൗജന്യമാണ്. മത്സരത്തിനായുള്ള സാമഗ്രികൾ സ്കൂളിൽ നിന്ന് ലഭ്യമാക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 99 17 82 70 12 09 2619 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മന്ദലാംകുന്ന് GFUP സ്കൂൾ സ്മാർട്ട് സ്കൂളായി. ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച സ്കൂളിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് AE ഇൻചാർജ് NP ഷിധി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മന്ദലാംകുന്ന് GFUP സ്കൂളിൽ കഴിഞ്ഞ വർഷം 15 ലക്ഷം രൂപയും ഈ വർഷം 40 ലക്ഷം രൂപയും ഉൾപ്പെടെ 55 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത്. എല്ലാ ക്ലാസ് മുറികളിലും ടൈൽ വിരിച്ച് സീലിംഗ് ചെയ്ത് പെയിന്റിംഗോടെയാണ് കെട്ടിടം നവീകരിച്ചിട്ടുള്ളത്. പുതിയ ഫർണിച്ചറുകളും മുഴുവൻ ക്ലാസ് മുറികളിലും പ്രൊജക്ടർ, സ്ക്രീൻ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, കേന്ദ്രീകൃത സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പുന്നയൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന്, PTA പ്രസിഡന്റ് V സമീർ തുടങ്ങിയവർ സംസാരിച്ചു.
ഇക്കഴിഞ്ഞ ദിവസം വന്ന വേറൊരു റിപ്പോർട്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം എൻ്റെ ഒരു കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ 5000-ഓളം കുട്ടികൾ വിദേശ രാജ്യങ്ങളുടെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മളിവിടുന്ന് ചില കുട്ടികൾ അങ്ങോട്ട് പോയി പഠിക്കുന്നതിനൊക്കെ സംബന്ധിച്ച് വലിയ വാർത്ത ചമക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ പഠനത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന തലത്തിലേക്ക് നമ്മുടെ പഠന നിലവാരവും മെച്ചപ്പെടുകയാണ്. അപ്പൊ തീർച്ചയായും ഈ വിദ്യാലയവും ആ ഒരു അർത്ഥത്തിൽ മികച്ച നിലവാരം തന്നെയാണ് പുലർത്തുന്നത്. ഇനി നമ്മുടെ എല്ലാം ഒരു ആഗ്രഹം ഈ UP സ്കൂൾ ഒരു ഹൈസ്കൂളായി മാറണം. സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ ആ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഹൈസ്കൂളുകളായി ഉയർത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട, നമുക്കറിയാം സാമ്പത്തികമായ വലിയ വരിഞ്ഞു മുറുക്കലുകൾ നേരിടുന്നത് കൊണ്ടാണ് 14-കാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ മുൻ മദ്രസ അധ്യാപകന് 35 വർഷം കഠിന തടവും 5.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോഴിക്കോട് ചക്കുംകടവ് മമ്മദ് ഹാജിപ്പറമ്പ് വീട്ടിൽ ഷമോൻ മകൻ മുഹമ്മദ് നജ്മുദ്ദീനെയാണ് ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ജഡ്ജ് അന്യാസ് തയ്യൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2023 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രഥമ വിസ്താരത്തിനു ശേഷം കൂറുമാറി പ്രതിഭാഗത്തിന് അനുകൂലമായി ബാലനും വീട്ടുകാരും മൊഴിമാറ്റി പറഞ്ഞെങ്കിലും കോടതി തെളിവ് വിലയിരുത്തി പ്രതിയെ ശിക്ഷിക്കുകയായിരുന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO പ്രസീത ഹാജരാക്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SI ബിബിൻ B നായർ കേസ് രജിസ്റ്റർ ചെയ്തു. ആദ്യ അന്വേഷണം നടത്തി. ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ തുടർ അന്വേഷണം നടത്തി. പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 16 സാക്ഷികളെ വിസ്തരിക്കുകയും 36 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. പുലിയന്നൂർ വെള്ളാറ്റഞ്ഞൂർ റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. വെള്ളാറ്റഞ്ഞൂർ വാത്തിപ്പറമ്പിൽ വീട്ടിൽ അനിതയ്ക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റ അനിതയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നവീകരിച്ച കെട്ടിടത്തിൽ തിപ്പിലിശ്ശേരി മൃഗാശുപത്രി വീണ്ടും പ്രവർത്തനം തുടങ്ങും. ശനിയാഴ്ച രാവിലെ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. 8 മാസത്തിനു ശേഷമാണ് മൃഗാശുപത്രി വീണ്ടും സജീവമാകുന്നത്. നവീകരണത്തിനു വേണ്ടി കെട്ടിടം പൊളിച്ചതോടെ മൃഗങ്ങളെ കെട്ടാനുള്ള സൗകര്യമില്ലാതെ 2 കടമുറികൾ വാടകയ്ക്കെടുത്തായിരുന്നു പ്രവർത്തനം. കെട്ടിടത്തിന്റെ ചോർച്ച അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും പ്ലംബിംഗും വൈദ്യുതീകരണവും പൂർത്തിയാക്കാത്തതായിരുന്നു പ്രവർത്തനം വൈകിയതിന് കാരണം. ഇപ്പോഴും വൈദ്യുതീകരണം കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിനാണ് ഇതിന്റെ ചുമതല. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൈദ്യുത സംവിധാനം ഉപയോഗിച്ചാണ് മരുന്നുകൾ സൂക്ഷിക്കാനുള്ള റെഫ്രിജറേറ്ററും കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കേണ്ടത്. പല സ്ഥലത്തും വയറിംഗ് തകരാറിലാണെന്ന് ജീവനക്കാർ പറയുന്നു. പഴയ കെട്ടിടത്തിന്റെ ചോർച്ച മൂലം ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 8 മാസം പിന്നിട്ടിട്ടും ഇതൊന്നും നേരെയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ആശങ്കയോടെയാണ് ജീവനക്കാർ നവീകരിച്ച കെട്ടിടത്തിലേക്ക് മാറാനൊരുങ്ങുന്നത്. പെരുമ്പിലാവ്, ആൽത്തറ, മുല്ലപ്പിള്ളിക്കുന്ന്, തിപ്പിലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ 100 കണക്കിന് ജനങ്ങളാണ് ഈ മൃഗാശുപത്രി ആശ്രയിക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വെള്ളറക്കാട് മനപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് കിഴൂർ സ്വദേശികളായ കുന്നംകുളം നഗരസഭാ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സജിനി പ്രേമൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. പ്രേമൻ, പ്രിയ, അദ്വിത്, ഓട്ടോറിക്ഷ ഡ്രൈവർ സനൂജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ വെള്ളറക്കാട് മനപ്പടിയിൽ വെച്ച് പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് പറയുന്നു. പരിക്കേറ്റവരെ മരത്തംകോട് അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാലിന്യ സംസ്കരണ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ ഒപ്പ് രേഖപ്പെടുത്തി. കൈപ്പത്തി പതിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു.
സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0-ഓടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ളത്. നഗരസഭ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ ക്യാമ്പയിൻ സന്ദേശം പങ്കുവച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി പ്രേമൻ, നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയ യാത്രക്കാരും സിഗ്നേച്ചറിൽ പങ്കുചേർന്നതോടെ ക്യാമ്പയിൻ ശ്രദ്ധേയമായി. സിസിടിവി ന്യൂസ് കുന്നംകുളം. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മന്ദരോഗ നിർണയ രാത്രികാല മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിലെ 5, 6, 8 വാർഡുകളിൽ നിന്നും 195ഓളം ആളുകളുടെ രക്തസാമ്പിൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള സംഘം ശേഖരിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ്, വാർഡ് മെമ്പർ ഹാഫിയ മോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്രി ആപ്പ് ഉപയോഗപ്പെടുത്തി ഇനി സാനിറ്ററി മാലിന്യ ശേഖരണത്തിന് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സാനിറ്ററി പാഡുകൾ, ഡയപ്പർ, സിറിഞ്ച്, മറ്റ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയ സംസ്കരണം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. വാഹനം വഴിയാണ് മാലിന്യ ശേഖരണം. സാനിറ്ററി മാലിന്യ ശേഖരണം ആക്രി ആപ്പ് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്നതാണ് പദ്ധതി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാർ, സെക്രട്ടറി KB വിശ്വനാഥൻ, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ആക്രി ആപ്പ് എക്സിക്യൂട്ടീവ് NV ശ്രീജിത്ത് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ആപ്പിന്റെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് ഇനി വീട്ടിൽ വെച്ചു തന്നെ സാനിറ്ററി, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈമാറാം. ആക്രി ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. സേവനം ലഭിക്കേണ്ട വീട്, സ്ഥാപനം എന്നിവ രജിസ്റ്റർ ചെയ്ത് എളുപ്പത്തിൽ സാനിറ്ററി, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈമാറ്റം ചെയ്യാം. ആപ്പ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം വീടുകളിൽ നേരിട്ടെത്തി മാലിന്യങ്ങൾ ശേഖരിക്കും. കൈമാറുന്ന മാലിന്യത്തിന് കിലോഗ്രാമിന് 44 രൂപയും GSTയും ഉപഭോക്താവ് നൽകണം. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന A4 മെർക്കൻഡിൽസ് എന്ന സ്ഥാപനമാണ് ആക്രി ആപ്പിലൂടെ ഇവ സംഭരിച്ച് ശാസ്ത്രീയ സംസ്കരണം നടത്തുക. കിടപ്പുരോഗികളെയും അതിദരിദ്ര കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ സേവനം നൽകാനും പദ്ധതിയുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. കേരള ഹരിതശ്രീ 1 കോടി ബലവൃക്ഷത്തൈ വിതരണത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനയ്ക്കൊപ്പം മുക്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗ്രാഫ്റ്റ് മാവിൻ തൈ വിതരണം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ P തോമസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ആനി റോസ്, സ്കൂൾ പ്രധാന അധ്യാപിക ഷിജില, PTA പ്രസിഡന്റ് പ്രത്യുഷ് എന്നിവർ സംസാരിച്ചു. ക്രിക്കറ്റ് കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ച വിനു ഗോപിയുടെ കുടുംബത്തെ സഹായിക്കാൻ സുഹൃത്തുക്കൾ നടത്തിയ വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ തൃശൂർ ഡാഡ് വാരിയേഴ്സിനെ തോൽപ്പിച്ചു. ഇരിങ്ങാലക്കുട യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് ചാമ്പ്യന്മാരായി. ടെൽക്കോൺ ഗ്രൗണ്ടിൽ നടന്ന സമാപന ചടങ്ങിൽ എരുമപ്പെട്ടി CI മഹേഷ് ട്രോഫികൾ സമ്മാനിച്ചു. ആലിപ്പിരപ്പിൽ സഹ ഉടമ ഡോക്ടർ ജോജോ, ഫൈറ്റേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഇക്ബാൽ, സെക്രട്ടറി മൻസൂർ എന്നിവർ പങ്കെടുത്തു. വിനു ഗോപി കളിച്ചിരുന്ന അക്കിക്കാവ് ഫൈറ്റേഴ്സ് ക്ലബ്ബും ടെൽക്കോൺ ക്രിക്കറ്റ് ക്ലബ്ബും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇതിൽ നിന്നും ലഭിച്ച വരുമാനം മുഴുവനും വിനു ഗോപിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വിനിയോഗിക്കും. 3 മാസം മുൻപാണ് പെരുമ്പിലാവ് ആൽത്തറ മേനോത്ത് വിനീത് ബാംഗ്ലൂർ കോടിഹള്ളിയിലെ സ്പോർട്സ് പാർക്ക് മൈതാനത്ത് ബാറ്റ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. വിവാഹ സ്വീകരണ വേദികൾ കീഴടക്കി കൃത്രിമ പൂക്കളുടെ ബൊക്കെ തരംഗമാകുന്നു. മനോഹരമായ വർണ്ണത്തിലും കുറഞ്ഞ വിലയിലും വേഗത്തിൽ ലഭ്യമാകുന്നു എന്നതും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പ്രകൃതിക്കിണങ്ങുന്ന തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സുഗന്ധം പരത്താൻ കഴിയില്ല എന്നതിനാൽ തന്നെ ആരും അതിനായി സ്പ്രേ തളിക്കരുതെന്ന നിർദ്ദേശം മാത്രമാണ് കച്ചവടക്കാർ പറയുന്നത്. കാരണം വെള്ളം തെളിച്ചാൽ തൽക്ഷണം അലിഞ്ഞു പോകും ഇതിലെ പൂക്കൾ. 650 രൂപയാണ് വില വരുന്നത്. എടപ്പാൾ പൊന്നാനി റോഡിലെ SR ഫ്ലവേഴ്സ് ആണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. യഥേഷ്ടം ആവശ്യക്കാർ വരുന്നുണ്ടെന്ന് ഉടമ ഷാജി പറയുന്നു. നൂറിന്റെ നിറവിലെത്തിയ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിന്റെ ചരിത്രം ഡോക്യുമെന്ററിയാക്കുന്നു. ഓർമ്മപ്പൂക്കൾ എന്ന പേരിൽ ഒരുക്കുന്ന ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും CCTV പുന്നേർക്കുളം റിപ്പോർട്ടറുമായ സുജിത് ഹുസൈനാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനവും എഡിറ്റിംഗും നിർവഹിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ശ്രീധരൻ മാക്കാലിക്കൽ, റഷീദ്, വാർഡ് അംഗങ്ങളായ പ്രീതി ബാബു, SK ഖാലിദ്, പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, വൈസ് പ്രസിഡന്റ് രമേശ് ചേമ്പിൽ എന്നിവർ പങ്കെടുത്തു.
ഒരു ഓണക്കാലത്തിന് സമാപനമാകുമ്പോൾ ചെണ്ടുമല്ലി കൃഷിക്കാർക്ക് പറയാനുള്ളത് നഷ്ടക്കച്ചവടത്തിന്റെ കണക്കുകൾ മാത്രം. തദ്ദേശീയമായും പുഷ്പങ്ങൾ വിളയിക്കാമെന്ന് നാം തെളിയിച്ചെങ്കിലും കച്ചവടമിടുക്കിൽ മുന്നിലെത്താനാകാത്തതാണ് ഈ മേഖലയ്ക്ക് വിനയായത്. പുനേർകുളം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മുടെ മണ്ണിലും ചെണ്ടുമല്ലി വിരിയുമെന്ന ഈ ഓണക്കാലം തെളിയിച്ചെങ്കിലും കൃഷി ചെയ്തവരിൽ മിക്കവർക്കും നിരാശയാണ്. ഡിമാൻഡുള്ളപ്പോൾ പൂ വിരിയാത്തതും മികച്ച വിപണി ലഭിക്കാത്തതും മെച്ചപ്പെട്ട വില കിട്ടാത്തതുമെല്ലാമാണ് ഇതിന് കാരണം. വിപുലമായി കൃഷി ചെയ്ത ഒട്ടേറെ തോട്ടങ്ങളിൽ ആയിരക്കണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഓണം കഴിഞ്ഞതോടെ ആർക്കും വേണ്ടെന്ന സ്ഥിതിയാണ്. സീസൺ അല്ലാത്ത സമയത്ത് പൂമാലയ്ക്ക് മാത്രമാണ് ചെണ്ടുമല്ലി എടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാല കെട്ടി വരുന്നതിനാൽ ഇവിടെ പൂ വാങ്ങിക്കെട്ടാൻ ആരും തയ്യാറല്ല. മാല കെട്ടാൻ തൊഴിലാളിയെ വെക്കുന്നതും നഷ്ടമാണെന്ന് ഗുരുവായൂർ കുന്നംകുളം മേഖലയിലെ പൂക്കച്ചവടക്കാർ പറയുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ കുറച്ചു ദിവസം വാടാതെ നിൽക്കുമ്പോൾ നാട്ടിലെ പൂക്കൾ 2 ദിവസം കഴിഞ്ഞാൽ കേടുവരുന്നതും നാട്ടിലെ പൂക്കൾക്ക് ആവശ്യക്കാർ കുറയാൻ കാരണമായി. അത്തം മുതൽ തിരുവോണം വരെയാണ് ചെണ്ടുമല്ലിയുടെ ഡിമാൻഡ് കാലം. ഈ സമയത്ത് നാട്ടിൽ പലയിടത്തും വേണ്ടത്ര പൂ വിരിഞ്ഞില്ല. കിട്ടിയ പൂക്കൾ കിലോയ്ക്ക് 50 രൂപ മുതൽ 80 രൂപയ്ക്ക് എടുത്തതായും ഇവർ പറഞ്ഞു. ചെണ്ടുമല്ലി ഇവിടെ ധാരാളം ലഭിച്ചപ്പോൾ മറ്റു പൂവുകൾക്ക് വില കൂട്ടിയാണ് പൂക്കച്ചവട ലോബി വിപണി പിടിച്ചത്. വെള്ള, മഞ്ഞ ജമന്തികൾ കിലോയ്ക്ക് 700 രൂപയ്ക്ക് വിറ്റപ്പോൾ ചില്ലി റോസ്, വാടാർമല്ലി എന്നിവയ്ക്ക് 200 ആയിരുന്നു വില. കൃഷിയിറക്കിയ സമയത്തിലെ പാളിച്ചയും മഴയുമാണ് സീസൺ സമയത്ത് പൂ വിരിയാതിരിക്കാൻ കാരണമെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇവിടെ 10 സെന്റിൽ പരമാവധി 5 കിലോ വരെ ഒരു വട്ടം വിളവെടുക്കുമ്പോൾ കർണാടകയിലെ ഹുസൂരിലെ തോട്ടങ്ങളിൽ പല മടങ്ങ് പൂക്കൾ ലഭിക്കുന്നു. പഞ്ചായത്തുകൾ കുടുംബശ്രീ വഴി വ്യാപകമായി ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു. ഇതിനു പുറമെ സ്കൂളുകളും സംഘടനകളും കൃഷിയിറക്കി. വലിയ മുതൽ മുടക്കിൽ കൃഷി ഇറക്കിയവരുമുണ്ട്. ചിലയിടങ്ങളിൽ നേരത്തെ പൂ വിരിഞ്ഞതും തിരിച്ചടിയായി. പൂത്തോട്ടങ്ങളിൽ വന്ന് എടുക്കുന്ന രീതി ഇല്ലാത്തതിനാൽ കടകളിൽ എത്തിക്കേണ്ടതും അധിക ചിലവാണ്. CCTV ന്യൂസ്, പുന്നേർകുളം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 2024ന്റെ ഭാഗമായി തുറക്കുളം മാർക്കറ്റിലെ വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ, ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ എന്നിവർ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഒക്ടോബർ 2 മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തുറക്കുളം മാർക്കറ്റും അനുബന്ധ റോഡുകളും വൃത്തിയാക്കി നടത്തുവാൻ തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളി സംഘടനാ യൂണിയൻ പ്രതിനിധികൾ ശുചീകരണ യജ്ഞത്തിൽ അവരുടെ പൂർണ്ണ സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വയനാടിന് കൈത്താങ്ങായി വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ 1970 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ബഡീസ് സഹായം കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 1 ലക്ഷം രൂപ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അംഗങ്ങൾ കൈമാറിയത്. സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിലെ NSS വോളണ്ടിയർമാർ ശുചീകരണ യജ്ഞവും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ മഞ്ജു TV സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, NSS കോർഡിനേറ്റർ ഡോക്ടർ GS സന്ധ്യ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രഞ്ജിത്ത് KS തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനായി കിഴൂർ സെന്റർ മുതൽ വൈശ്ശേരി സെന്റർ വരെ വളണ്ടിയർമാർ മനുഷ്യച്ചങ്ങല തീർത്തു. കോളേജ് പരിസരം, നഗരത്തിലെ പ്രധാന റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടന്ന ശുചീകരണ യജ്ഞത്തിൽ ശേഖരിച്ച മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറി. 15ാം വയസ്സിൽ ബാൻഡ് സെറ്റിൽ വിസ്മയം തീർക്കുന്ന സംഗീതന ആദരവുമായി കോട്ടപ്പടി സ്റ്റോറീസ്. ഗ്രേസ് മ്യൂസിക് ബാൻഡ് തിരുവനന്തപുരത്തിലെ ലീഡറായ തിരുവനന്തപുരം സ്വദേശി സംഗീതനാണ് കോട്ടപ്പടിയിലെ മീഡിയ സുഹൃത്തുക്കളുടെ സംഘടനയായ കോട്ടപ്പടി സ്റ്റോറീസ് ആദരമൊരുക്കിയത്. ഞായറാഴ്ച കോട്ടപ്പടി പള്ളി പരിസരത്ത് നടത്തുന്ന ചടങ്ങിൽ കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് സെബി താണിക്കൽ അവാർഡ് കൈമാറും. പ്രശസ്തനായ ക്ലാർനെറ്റ് കുലപതി ഷിജു മാസ്റ്ററുടെ മകനാണ് സംഗീത്. കുന്നംകുളം
ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ ഗണിതശാസ്ത്രമേള സംഘടിപ്പിച്ചു. മിൻഡോറ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച മേള ഗുഡ് ഷെപ്പേർഡ് ITI വൈസ് പ്രിൻസിപ്പാൾ സണ്ണി P. സാമുവൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഗണിതശാസ്ത്ര വിഷയങ്ങളിലുള്ള അഭിരുചിയും ക്രിയാത്മകമായ അവതരണവും മേളയെ മികവുറ്റതാക്കി. വൈവിധ്യമാർന്ന പ്രവർത്തന മാതൃകകളാണ് വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI, വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി എന്നിവർ നേതൃത്വം നൽകി. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ കുട്ടിശാസ്ത്രജ്ഞരായി തിരഞ്ഞെടുത്തത് മേളയെ വ്യത്യസ്തമാക്കി. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് പാലുവായ് നിയോ വിസ്ഡം കോളേജിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ KM മെഹറൂഫ് ഉദ്ഘാടനം ചെയ്തു. ഹയാത്ത് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രെയിനർ മുഹമ്മദ് ഷാക്കിർ, നഴ്സിംഗ് സൂപ്രണ്ട് അജിത രഘു എന്നിവർ ക്ലാസ് എടുത്തു. കോളേജ് പ്രിൻസിപ്പാൾ റീജ രാജീവ്, ബിന്ദു കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബിർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം വിദ്യാർത്ഥികൾ സ്കൈ ഡേ ആഘോഷിച്ചു. പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും ആകാശ കാഴ്ചകൾ ആസ്വദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി. ഓരോ നിറവും പ്രതിനിധാനം ചെയ്യുന്ന വസ്തുക്കളെ തിരിച്ചറിയുന്നതിനും നിറങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ദിനാചരണം സഹായകമാകുമെന്ന് പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. സ്കൈ ഡേ ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പാട്ട്, പ്രസംഗം, കഥ എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, അധ്യാപകരായ MK രാജി, VP രമാദേവി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സമത ജൈവവള ഉൽപാദന യൂണിറ്റ്, ഹരിത ഡീഫൈബ്രിംഗ് യൂണിറ്റ് എന്നിങ്ങനെ മാലിന്യ സംസ്കരണ ശുചീകരണം പ്രവർത്തനം നടത്തുന്ന വിഭാഗങ്ങൾക്കായാണ് ക്യാമ്പ് നടത്തിയത്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സെക്രട്ടറി KB. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ, നഗരസഭാ വെൽനസ് സെന്ററുകളിലെ ഡോക്ടർമാരായ അനു മോഹൻദാസ്, സൌരവ് എൽദോ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന GCC അക്കാദമി പുതിയ ബാച്ചിലെ താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനം നടന്നു. ക്ലബ്ബ് ഹൌസിൽ നടന്ന ചടങ്ങ് രക്ഷാധികാരി ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി. പുതിയ ബാച്ചിലെ താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനം ശശി കരിപ്പാലി, ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി വിനു, സെക്രട്ടറി MM ഇക്ബാൽ, ആദ്യകാല താരം തമ്പി അരിമ്പൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉമ്മർ, ബാബു P. ജോർജ്, ഷാജഹാൻ നാലകത്ത്, ബോബൻ C. പോൾ, ജിജു ജേക്കബ്, കോച്ചുമാരായ റംഷാദ്, നിഖിൽ എന്നിവർ സംസാരിച്ചു. നൌഷാദ് മുക്കൂട്ട സ്വാഗതവും ട്രഷറർ TM ബഷീർ നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 2, 3 വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും കാനകൾ നിർമ്മിച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് SDPI കടവല്ലൂർ ബ്രാഞ്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഗീത നഗറിൽ നടത്തിയ പ്രതിഷേധത്തിന് ബ്രാഞ്ച് പ്രസിഡന്റ് NK ഉബൈദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ്, ബ്രാഞ്ച് സെക്രട്ടറി സുമേഷ്, ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടരാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം NSS ദിനം കരുതും കരങ്ങൾ എന്ന വയോജനങ്ങൾക്കുള്ള പ്രത്യേക പരിപാടിയോടെ ആചരിച്ചു. തൃശൂർ രാമപുരം ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളുമായി സൗഹൃദം പങ്കിട്ടു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K. രോഹിണി, അസിസ്റ്റന്റ് ഓഫീസർ രശ്മി G. നായർ, ദീപ ടീച്ചർ എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. സൂപ്രണ്ട് K. രാധിക, പ്രിയ ബാബു എന്നിവർ കുട്ടികളെ സ്വീകരിച്ചു. മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ അകലാട് MIC സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് റിസ്വാൻ ആഷിഖിനെ SDPI പുനേർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. 16 സെക്കൻഡിൽ പീരിയോഡിക് ടേബിളിലെ 50 ഘടകങ്ങൾ സജ്ജീകരിച്ച ക്രമത്തിൽ കാണാതെ പറഞ്ഞാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിസ്വാൻ ആഷിഖ് ഇന്ത്യ ബുക്ക് റെക്കോർഡ്സിൽ ഇടം നേടിയത്. 2013 രാജസ്ഥാനിൽ നിന്നുള്ള റെക്കോർഡ് മാറ്റിയാണ് മുഹമ്മദ് റിസ്വാൻ ഇടം നേടിയത്. SDPI പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് PK സക്കറിയ, ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗം യഹിയ മന്നലാംകുന്ന്, പുനേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി തൗഫീഖ് മാലിക്കുളം, അഷ്കർ പൂവാങ്കര, ബ്രാഞ്ച് സെക്രട്ടറി റാഷിദ് കോലയിൽ എന്നിവർ പങ്കെടുത്തു. ഇനി നവമാധ്യമ കാഴ്ച. മനുഷ്യർ ചെയ്യുന്ന ജോലി വൃത്തിയായി ചെയ്യാൻ സാധിക്കുന്ന കൂട്ടരുണ്ട്. പലപ്പോഴും ഇവർ നമുക്ക് ശല്യക്കാരാവുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സഹായി കൂടിയാണ്. ഉണ്ണികൃഷ്ണൻ നൽകിയ ദൃശ്യം.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7025 രൂപ, പവന് 56,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം കുന്നംകുളം കുറുക്കൻപാറ അറയ്ക്കൽ ലാസർ മകൻ കുഞ്ഞുപ്പൂ എന്ന അപ്പച്ചൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 തൃശൂർ ചേറൂർ ഗീവർഗീസ് സഹദ പള്ളി സെമിത്തേരിയിൽ നടന്നു. അന്നമ്മ ഭാര്യയും സുനിൽ, സുനിത, സുമി എന്നിവർ മക്കളുമാണ്. തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിന് കിഴക്ക് വശം താമസിക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് പരേതനായ പിച്ചൂത്തിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിച്ചൂത്തിൽ അബൂബക്കർ നിര്യാതനായി 78 വയസ്സായിരുന്നു. റുക്കിയ ഭാര്യയാണ്. ഷമീർ, നദീർ, ഷബ്ന എന്നിവർ മക്കളാണ്. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കിറാമൻ കുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. കല്ലമ്പുറം കല്ലറ കുരിശുപള്ളിക്ക് സമീപം ചീരൻ പരേതനായ പാവുണ്യ മകൻ അബ്രഹാം നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30 പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ലില്ലി ഭാര്യയും അല്ലി, ആൻസി, ആൻവി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 15 വയസ്സുകാരന് ദാരുണാന്ത്യം. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തള്ളി. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചു. ADGPക്കെതിരെയും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് കൊടിയേറി. പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ചാപ്പലിന്റെ പെരുന്നാളിന് ശേഷം അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമത്തിലെ യൂഹന്നാൻ റമ്പാനാണ് പെരുന്നാളിന് കൊടിയേറ്റത്. പെരുന്നാളിനായി നാടൊരുങ്ങുന്നു. ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മികവിന്റെ പൊൻതിളക്കവുമായി വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ CCTV. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയതിന് CCTVക്ക് അംഗീകാരം. തൃശൂരിൽ നടന്ന കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് വാർഷിക പൊതുയോഗത്തിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് CCTV ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഏറ്റുവാങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.